ലോകാരാധ്യനായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി തിരുവനന്തപുരത്തേക്ക് വരികയാണ്. അദ്ദേഹം ഈ വരുന്ന ഡിസംബർ 4 തിരുവനന്തപുരത്ത് നേവി ഡേയിൽ പങ്കെടുക്കാനാണ് വരുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിശേഷങ്ങൾ? പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനത്തിന് മറ്റെന്തെങ്കിലും പ്രാധാന്യമുണ്ടോ? എന്തുകൊണ്ടാണ് ഇക്കുറി തിരുവനന്തപുരത്ത് വെച്ച്, അനന്തപുരിയിൽ വെച്ച്, ശ്രീപത്മനാഭൻ്റെ മണ്ണിൽ വെച്ച് ഈ നേവി ഡേ ആഘോഷിക്കുന്നത്? അതിൻ്റെ പുറകിൽ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? ഇത്തവണത്തെ നേവി ഡേയുടെ സെലിബ്രേഷൻസ് നടക്കുന്നത് നമ്മുടെ ശംഖുമുഖം എയർപോർട്ടിനും കടൽ തീരത്തിനുമൊക്കെ അടുത്തായിട്ടാണ്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ F-35 കിടന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ശ്രീ നരേന്ദ്രമോദി വരുന്നത്. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. പിന്നെ തിരുവനന്തപുരത്തിൻ്റെ നരേന്ദ്രമോദിജിയുടെ ഒരു ഐഡിയയാണ് നേവി ഡേ എല്ലാം ഡൽഹിയിൽ വെച്ച് ആഘോഷിച്ചാൽ പോരാ, പ്രത്യേകിച്ച് നേവി ഡേ ആകുമ്പോഴത്തേക്ക് ഇത് കടൽ തീരങ്ങളിൽ വെച്ചിട്ടായിരിക്കണം എന്നുള്ള ഒരു കൺസെപ്റ്റ് പുള്ളിക്കാരൻ്റെതാണ്. അപ്പോൾ അങ്ങനെ ഒരു റൊട്ടേഷൻ വൈസ് പോകുമ്പോഴത്തേക്ക് തിരുവനന്തപുരത്തിനാണ് ഈ വർഷത്തെ നറുക്ക് വീഴുന്നത്. അപ്പോൾ ഡിസംബർ 4 പ്രത്യേകത, നേവി ഡേ ആഘോഷിക്കുന്നത് നേവിയുടെ റൈസിംഗ് ഡേ അല്ല. നമ്മുടെ ഇന്ത്യൻ നേവി ഏറ്റവും വളരെ പ്രധാനമായിട്ടൊരു സർജിക്കൽ സ്ട്രൈക്ക് വിജയകരമായിട്ട് നടത്തിയതിൻ്റെ ഒരു ഓർമ്മയ്ക്കും കൂടെയാണ് ഈ ഡിസംബർ 4 ഇന്ത്യൻ നേവി ഡേ ആയിട്ട്. ശരിക്കും വിജയദിനം എന്ന് തന്നെ പറയാം. വിജയദിനമാണ്, നേവിയുടെ ഒരു വിജയദിനമാണ്. അത് നേവിയുടെ മാത്രമായിട്ടുള്ള ഒരു പ്രത്യേക ഒരു ഓപ്പറേഷൻ ആയിരുന്നു. അത് എയർഫോഴ്സിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു, പക്ഷേ നേവിയിൽ ഒരു നേവൽ ഓപ്പറേഷൻ ആയിരുന്നു. അതായത് 1971 കറാച്ചി തുറമുഖം ആക്രമിച്ച് കീഴടക്കിയത്. ഇപ്പോൾ നമ്മുടെ ചർച്ചയിൽ വരുന്ന സർ ക്രീക്ക് ക്രോസ് ചെയ്തിട്ട് നമ്മൾ കറാച്ചി തുറമുഖത്തിനോട് അടുപ്പിച്ച് ഏകദേശം 110 കിലോമീറ്റർ നമ്മൾ അകത്തേക്ക് പോയി, പാകിസ്ഥാൻ്റെ ബോർഡറിനകത്തേക്ക് പോയിട്ട് 3 അറ്റാക്ക് മിസൈൽ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന 3 ബോട്ടുകളാണ്. ട്രിഡൻ്റ് എന്നാണ്, ഓപ്പറേഷൻ ട്രിഡൻ്റ് എന്നായിരുന്നു എൻ്റെ പേര്. തൃശ്ശൂലത്തിൻ്റെ ഫോർമേഷൻ ആയിരുന്നു. 3 ബോട്ടുകൾ, ഒന്ന് തൃശ്ശൂലത്തിൻ്റെ ആകൃതിയിലുള്ള ഒരു ഫോർമേഷൻ ആയിരുന്നു. 3 മിസൈൽ ബോട്ടുകൾ തുറമുഖത്തിന് അടുത്തോട്ടും ഇതിന് കാവലായിട്ട് 4മതൊരു കപ്പൽ, കാവലല്ല അതിൻ്റെ സപ്ലൈയും അതിൻ്റെ മേൽനോട്ടെല്ലാം വഹിച്ചിട്ട് കൺട്രോളിങ് കമാൻഡായിട്ട് വേറൊരു കപ്പൽ, അങ്ങനെ 4 കപ്പൽ ചേർന്ന് യുദ്ധക്കപ്പൽ ചേർന്ന് ഒരു ഓപ്പറേഷനായിരുന്നു അത്. നമ്മൾ അവരുടെ 2 നേവൽ വെഹിക്കിളും ഒരു മറൈൻ വെഹിക്കിളും നമ്മൾ മുക്കി. അത് വളരെ സക്സസ്ഫുള്ളായിട്ട്, എന്നിട്ട് ഒരു അപകടവും കൂടാതെ നമ്മൾ തിരിച്ചെത്തി എന്നുള്ളതാണ് ആ ഒരു സർജിക്കൽ സ്ട്രൈക്കിൻ്റെ പ്രത്യേകത. എയർഫോഴ്സിൻ്റെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു, എയർ കവറേജ് ഉണ്ടായിരുന്നു. നമ്മൾ കാര്യം കറാച്ചി എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ നേവൽ ഹെഡ് ക്വാർട്ടേഴ്സാണ്. ഇപ്പോൾ റാവൽപിണ്ടി അവരുടെ ആർമി ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞ പോലെ അവരുടെ കറാച്ചിയുടെ നേവൽ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിരുന്നു അടിച്ചത്. ഇപ്പം നമ്മൾ മടക്കകത്ത് തന്നെ കയറി അടിക്കുക എന്നുള്ള ഒരു രീതി തന്നെയാണ്. ഒരു സർപ്രൈസ് ആയിട്ട് ഒരു അറ്റാക്കായിരുന്നു, അവരൊരിക്കലും പ്രതീക്ഷിക്കാത്തൊരു അറ്റാക്കായിരുന്നു. അതിനുശേഷം നമ്മുടെ INS കുക്രി അതിന് പകരമായിട്ട് ഒരു പ്രതികാരം ചെയ്തു. നമ്മൾ അത് കാണാതെ പോയത്. എന്നാലും നമ്മുടെ വിജയങ്ങളിൽ നേവിയുടെ ഏറ്റവും തിളക്കമാർന്ന വിജയം നേടിയ ഒരു ദിവസമായിരുന്നു, മധുരമുള്ള വിജയം. അത് ഡിസംബർ 4 രാത്രി 5 ആയിട്ടാണ് നമ്മൾ ചെയ്തത്. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നേവി ഡേ 4 ആഘോഷിക്കുന്നത്. തിരുവനന്തപുരത്ത് ശംഖുമുഖത്ത് എയർ ഷോ ഉണ്ടാവും, നേവൽ ഡിസ്പ്ലേ ഉണ്ടാവും. പിന്നെ ഇത് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ വലിയ പടക്കപ്പലുകൾ അടക്കം ഈ ശംഖുമുഖം തീരത്തേക്ക് വരും എന്നാണ്. അതിൻ്റെയൊക്കെ ഒരു പ്രദർശനം അവിടെ ഉണ്ടാകുന്നതാണ്. ശംഖുമുഖം കടപ്പുറം അത്രയ്ക്ക് അതിൻ്റെ ആഴത്തിനനുസരിച്ചിട്ടായിരിക്കും ഇതിന് വരാനുള്ള ആഴവും കൂടെ നോക്കണം. മറ്റ് ഷോ ഉണ്ടാവും, എയർ ഷോ ഉണ്ടാവും, നേവൽ ഷോ ഉണ്ടാവും. പിന്നെ ഡിഗ്നിറ്ററീസ് മുഴുവൻ ഇന്ത്യയിൽ അന്നുണ്ടാവുന്ന ഒരു ദിവസമാണ് തീർച്ചയായിട്ടും. അതായത് വാസ്തവം പറഞ്ഞാൽ ഇന്ത്യയുടെ ഒരു പരിച്ഛേദം തിരുവനന്തപുരത്തേക്ക് ഒഴുകിയെത്തും. ഡിഫൻസിന്റെ ഒരു കൂട്ടം തന്നെ അന്ന് തിരുവനന്തപുരത്തേക്ക് നമുക്ക്, അതായത് 3 സേനാ മേധാവികള്, അതുപോലെ ചീഫ് ഓഫ് ആർമി, നമ്മുടെ സംയുക്ത സേനാ മേധാവി ഒക്കെ എല്ലാം തന്നെ ഉണ്ടാവും. പിന്നെ രാജ്നാഥ് സിംഗിന്റെ പ്രതിരോധ മന്ത്രി വരേണ്ടി വരുമല്ലോ തീർച്ചയായിട്ടും, അദ്ദേഹം ഉണ്ടാവും. പിന്നെ അദ്ദേഹം വരുമ്പോഴത്തേക്ക് പിന്നെ അതിന്റെ കൂടെ പൊതുസമ്മേളനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ അവർ അറേഞ്ച് ചെയ്തെങ്കിലും വിദേശ പ്രതിനിധികൾ വരാൻ സാധ്യതയുണ്ടോ? ഒന്നും ഇതുവരെ അനൗൺസ് ചെയ്തില്ല. ഇന്നിപ്പോൾ രാവിലെ നമുക്ക് കിട്ടിയ ഒരു വാർത്തയാണ്, പെട്ടെന്ന് കിട്ടിയ ഒരു വാർത്തയാണ്. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് വന്നിട്ടില്ല. തിരുവനന്തപുരത്ത് വെച്ച് തന്നെ ഇക്കുറി ഈ നേവൽ ഡേ
അത് ആഘോഷിക്കാൻ എന്തെങ്കിലും മറ്റ് കാരണങ്ങളുണ്ടോ? കാരണം ഞാനിത് പറയാൻ കാര്യം, ഈ നമ്മുടെ സമുദ്ര തീരങ്ങൾ സുരക്ഷിതമല്ല എന്നൊരു തോന്നൽ പൊതുവെ നമ്മുടെ സുരക്ഷാ സേനകൾക്കുണ്ട്. പലപ്പോഴും ഇൻ്റലിജൻസ് റിപ്പോർട്ടും ഈ റോയുടെ റിപ്പോർട്ടും ഒക്കെ ഇക്കാര്യത്തിലേക്ക് ചില എന്താ പറയുക സൂചനകൾ നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണോ ഈ നമ്മുടെ തെക്കേ മൂലയിൽ, ഈ ഭാരതം എന്ന ആ ഉപഭൂഖണ്ഡത്തിൻ്റെ തെക്കേ മൂലയിൽ വെച്ച് ഇക്കുറി നേവി ഡേ, ഇതൊരു പ്രദർശനവും കൂടിയാണല്ലോ, നമ്മുടെ സൈനിക ശക്തി എന്താണെന്ന് ലോകത്തിന് മുന്നിൽ നമ്മൾ പ്രദർശിപ്പിക്കുകയാണ്. അങ്ങനെ ഒരു ഉദ്ദേശം കൂടി ഇതിനുണ്ടോ? സൈനിക തലങ്ങളിൽ നോക്കുമ്പോൾ എയർഫോഴ്സിൻ്റെ സ്ക്വാഡ്രൺ കുറഞ്ഞതുപോലെ ഇന്ത്യയുടെ വിശാലമായിട്ടുള്ള ആ സമുദ്ര അതിർത്തി വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമ്മളിലുള്ള ആയുധങ്ങൾ അല്ലെങ്കിൽ അസറ്റ്സ്, നേവൽ അസറ്റ്സ് വളരെ കുറവാണ്. അതായത് യുദ്ധക്കപ്പലുകൾ, ബോട്ടുകൾ, അങ്ങനെയൊക്കെയുള്ള മറൈനുകൾ എല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ അസറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അസറ്റ്സ് വളരെ കുറവാണ്. നമ്മൾ ഏരിയ കൂടുതലും അസറ്റ് കുറവാണ്. അപ്പോൾ നമ്മൾ തന്ത്രങ്ങളിൽ കൂടെയും പ്ലാനിങ്ങിൽ കൂടെയൊക്കെയാണ് നമ്മൾ ഈ ഒരു ചോർച്ച നമ്മൾ പരിഹരിച്ചുകൊണ്ട് വരുന്നത്. പിന്നെ അറേബ്യൻ കടൽ എന്ന് പറയുമ്പോഴത്തേക്ക് അറേബ്യൻ ഉൾക്കടലിലായിരുന്നല്ലോ ഓപ്പറേഷൻ ട്രിഡൻറ്റ് അരങ്ങേറിയത്. അതിൻ്റെ ഒരു ഓർമ്മ പുതുക്കലും കൂടെ ആണല്ലോ. അപ്പം നമുക്ക് പ്രധാനപ്പെട്ട 3 നാവിക താവളങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് വിശാഖപട്ടണവും കൊച്ചിയും ബോംബെയുമാണ്. അപ്പോൾ കൊച്ചിയെ നേവൽ ബേസുകൾ, ഹെഡ് ക്വാർട്ടേഴ്സ്, നേവൽ വിങ്ങിൻ്റെ പ്രധാനപ്പെട്ട 3 കേന്ദ്രങ്ങൾ ഇത് 3ആണ്. പക്ഷേ തിരുവനന്തപുരത്ത് ഇപ്പോൾ സതേൺ എയർഫോഴ്സ് കമാൻഡൂടെ വന്നപ്പോഴത്തേക്ക് പിന്നെ വിഴിഞ്ഞത്ത് പോർട്ട് വരുന്നത് നമ്മൾ പറയുന്നത് പോലെ വെറുതെ കുറച്ച് ചരക്ക് കപ്പലുകൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു സംവിധാനമല്ല. വളരെ പിവട്ടലായിട്ടുള്ള റോള് നേവൽ കാര്യങ്ങളിൽ പങ്കെടുക്കാനുള്ള സാഹചര്യം കൂടെ നമ്മൾ അങ്ങനെ തന്നെ കേട്ടിട്ടുണ്ട്. അത് വെറും ഒരു വാണിജ്യ കൊമേഴ്സ്യൽ പോർട്ടല്ല, ഒരു ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടാണ് വിഴിഞ്ഞത് എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും അതൊരു ഡിഫൻസ് പോർട്ട് കൂടിയാണ് എന്ന് പൊതുവെ പറയാറുണ്ട്. അതെ, അത് മുമ്പ് AK ആന്റണിയുടെ സമയത്ത് വിഴിഞ്ഞം പോർട്ടിൽ ഒരു ചൈനീസ് കൺസോർഷ്യം വന്നപ്പോഴത്തേക്ക് അത് ഡിഫൻസ് ശക്തമായിട്ട് എതിർത്തു. കാര്യം അതിനകത്ത് വിഴിഞ്ഞം നമ്മളെ വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു നേവൽ അസറ്റാണ്. മാത്രമല്ല ഒരു യുദ്ധം അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ പ്രഖ്യാപിച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ സിവിലിയൻ സാധനങ്ങളെല്ലാം സൈന്യവും ഏറ്റെടുക്കുകയാണ്. വിഴിഞ്ഞത്ത് ആൾറെഡി കോസ്റ്റ് ഗാർഡിൻ്റെ സംവിധാനമുണ്ട്. അപ്പോൾ വിഴിഞ്ഞം നമ്മൾ ചെലവില്ലാതെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു നേവൽ അസറ്റായിട്ട് നമ്മൾ കണക്കാക്കണം. കാര്യം നമുക്കൊരാവശ്യം വരുമ്പോഴത്തേക്ക് പിന്നെ അവിടെ കമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് ഒന്നുമില്ല, നേവൽ ആക്ടിവിറ്റീസ്, നമ്മുടെ നേവിയുടെ ആക്ടിവിറ്റീസ് മാത്രമേ കാണത്തുള്ളൂ. നമ്മുടെ ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് പോർട്ടായിട്ട് നമ്മുടെ ഒരു ബേസായിട്ട് ഉപയോഗിക്കാൻ തക്ക ശക്തിയുള്ള 4ാമത്തെ സൈനിക താവളമായിട്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. വിശാഖപട്ടണവും ബോംബെയും കൊച്ചിയും കഴിഞ്ഞാൽ നമുക്ക് 4ാമതൊരു സ്ഥലം. കാര്യം ഇത് വളരെ ടെക്നിക്കലി വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം കൂടെയാണ് ഈ ശ്രീലങ്കയായിട്ടുള്ള അടുപ്പം കാരണം. അതെ, കാര്യം നമുക്ക് ആ സ്ഥലങ്ങളിൽ വേറെ നേവൽ അസറ്റ്സ് ഒന്നുമില്ല. അപ്പോൾ തിരുവനന്തപുരത്ത് നേവിയുടെ പ്രസൻസ് കൂടും. മാത്രമല്ല ഇത് നമ്മുടെ ഒരു ഷോ ഓഫ് സ്ട്രെങ്തും കൂടെയാണ്. നമ്മൾ എന്താണ് എന്ന്, നമ്മുടെ ശക്തി എന്താണ്. അതെ. പിന്നെ ഈ അറേബ്യൻ ഉൾക്കടലാണ് കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയ്ക്ക് എല്ലാ വർഷവും 2ഓ 3ഓ എക്സസൈസ് നടക്കുന്നുണ്ട് മറ്റ് രാജ്യങ്ങളുമായിട്ട് ചേർന്ന്. അപ്പോൾ നമ്മളുടെ ഒരു ശക്തി പാകിസ്ഥാനുമായിട്ട് നമ്മൾ അതിർത്തി പങ്കിടുന്ന ഒരു സ്ഥലം എന്നുള്ള രീതിയിൽ അറേബ്യൻ സമുദ്രം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അല്ല, വിഴിഞ്ഞവും രാജ്യാന്തര കപ്പൽ പാതയും തമ്മിൽ വളരെ അകലമില്ല, 12 നോട്ടിക്കൽ മൈൽ മാത്രമാണ് ദൂരം. അല്ല, ഈ അറേബ്യൻ സീയിലേക്ക് അടുത്തൊരു ഓപ്പറേഷൻ നമുക്ക് ഇന്ത്യക്ക് വേണ്ടി വരികയാണെങ്കിൽ ചിലപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടെ ദൂരെ നിന്ന് നീക്കണമെങ്കിൽ വിഴിഞ്ഞം, തിരുവനന്തപുരം പോലുള്ള ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റുകൾ അവർക്ക് കേന്ദ്രം. അപ്പോൾ അതിൻ്റെ ഒരു എക്സസൈസും കൂടെ സുസജ്ജമായ ഒരു കേന്ദ്രം. അതെ, സുസജ്ജമായ ഒരു കേന്ദ്രം വളരെ ഷോർട്ട് നോട്ടീസിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കേന്ദ്രമായിട്ട്. കാര്യം കമേഴ്ഷ്യൽ ഷിപ്പിൻ്റെ എല്ലാ ഫെസിലിറ്റീസും നമ്മുടെ ഡിഫൻസ് ഷിപ്പിനും വേണം. ആകെ വേണ്ടി വരുന്നത് ഒരു ഓപ്പറേഷണൽ ബേസാണ് വേണ്ടി വരുന്നത്. അതിന് നമ്മളിൽ ഒരുപാട് മൊബൈൽ വിമാനവാഹിനികളും ഓപ്പറേഷൻ ബേസായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മളിലുണ്ട്. ഇതൊക്കെ നമുക്ക് പീസ് ടൈമിൽ ഒളിപ്പിക്കാനും സുരക്ഷിതമായിട്ട് സൂക്ഷിക്കാനും ഒക്കെ നങ്കൂരമിടാനും അതെല്ലാം നമ്മളിത് ഉപയോഗിക്കും. അപ്പോൾ വാസ്തവത്തിൽ ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടുകൂടിയാണ്
ഈ 2025 ഡിസംബർ 4 ഈ നേവൽ ദിനാഘോഷം തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് പറയാം. അതെ, എന്തായാലും നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വരികയും ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നത് തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാരണമാണ്. അത് ഈ മാസം പ്രസിഡന്റ് വരുന്നുണ്ട്, അടുത്ത മാസം പ്രധാനമന്ത്രി വരുന്നുണ്ട്, അപ്പം അതിൻ്റെ അടുത്ത മാസം ഇപ്പം വളരെ പ്രാധാന്യമുള്ള ഒരു കേന്ദ്രമായിട്ട് തിരുവനന്തപുരം ശ്രദ്ധാകേന്ദ്രമായി മാറുകയാണ്. അങ്ങനെ നമ്മുടെ രാജ്യത്തിൻ്റെ ഭൂപടത്തിൽ ഒരു വലിയ അടയാളം നമ്മൾ രേഖപ്പെടുത്തുകയാണ്. അതിന് വിഴിഞ്ഞവും ഒരു കാരണമായി എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഒരു പക്ഷേ വിഴിഞ്ഞം ഇവിടെ ഉള്ളത് കൊണ്ട് കൂടി ആയിരിക്കും. അല്ല, അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കണമെങ്കിൽ പഹൽഗാം ആക്രമണം കഴിഞ്ഞ് ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങുന്നതിൻ്റെ ഇടയ്ക്കായിരുന്നു പ്രധാനമന്ത്രി വിഴിഞ്ഞത്ത് വന്ന് ഉദ്ഘാടനം ചെയ്തിട്ട് പോകാനുള്ള ഒരു മനസ്സ് കാണിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് എല്ലാവരും കരുതിയിരുന്നു ഇത് മാറ്റിവെക്കും, വേറൊരു ദിവസത്തിലോട്ട് പോകും, തീർച്ചയായിട്ടും എല്ലാവരും വിചാരിച്ചിരുന്നു. പക്ഷേ പ്രധാനമന്ത്രി വളരെ കൂളായിട്ട് വന്നു. അതിൻ്റെ എല്ലാ കാര്യങ്ങളിലും പൂർണ്ണമായിട്ട് വളരെ ഒട്ടും അസ്വസ്ഥത കാണിക്കാതെ തന്നെയാണ് സാധാരണ ഇങ്ങനെ ഒരു ഘട്ടത്തിൽ ഒരു ടെൻഷനും ഇല്ലാതെ, ഒരു സങ്കോചവും ഇല്ലാതെ, വളരെ കാമൻ പോയിട്ടായിട്ട് വന്ന് വളരെ സമാധാനത്തോടെ, വളരെ സംയമനത്തോടെ അദ്ദേഹം ആ പരിപാടിയിൽ പങ്കെടുത്തു. അത് കണ്ടപ്പോഴത്തേക്ക് അടുത്ത ഓപ്പറേഷൻ സിന്ദൂർ കാണുമെന്ന് നമ്മൾ വിചാരിച്ചില്ല. അതെ, നമ്മൾ വിചാരിച്ചാൽ അത് പഴയതുപോലെ സർജിക്കൽ സ്ട്രൈക്ക് ഒന്നും കാണില്ല. ഒരു പക്ഷേ നമ്മൾ ഒന്ന് സമാധാനത്തിലേക്ക് നമ്മൾ മിണ്ടാതെ ഒതുങ്ങിയിരിക്കും എന്ന് പോലും സംശയിക്കുകയും കുറ്റം പറയുകയും ചെയ്തവരുണ്ട്. അതെ, പക്ഷേ അതിനെല്ലാം മറികടന്നുകൊണ്ട് വളരെ തന്ത്രപൂർവം നമ്മൾ ആ ഓപ്പറേഷൻ സിന്ദൂർ നടത്തി വിജയിച്ചു. എന്തായാലും ഈ നേവൽ ഡേ ഡിസംബർ 4, 2025 ഡിസംബർ 4 നമുക്ക് എന്തൊക്കെയോ പുതിയ ചില കാര്യങ്ങൾ സമ്മാനിക്കാനുള്ള, അല്ലെങ്കിൽ പുതിയ ചില സമ്മാനങ്ങൾ കേരളത്തിന് ലഭിക്കും. ഒരു പക്ഷേ വലിയ വികസന പ്രവർത്തനങ്ങൾ എന്തെങ്കിലും ഈ മേഖലയിൽ, അതായത് നമ്മുടെ ഈ നേവിയുമായി ബന്ധപ്പെട്ട് തന്നെ കേരളത്തിൽ ഒരു പക്ഷേ നടക്കാൻ സാധ്യതയുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്കിപ്പോൾ പറയാൻ സാധിക്കില്ല. പ്രധാനമന്ത്രി അന്നൊരു പക്ഷേ വിഴിഞ്ഞത്തോടനുബന്ധിച്ച് വലിയ ചില പ്രഖ്യാപനങ്ങൾ നടത്തിയേക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.